സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോ ആൻഡ് റിയൽ വിത്ത് ആൻഡ്. സോ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലി കൂടെ ഒരു ട്രിപ്പിന് പോവുകയാണ്. ട്രിപ്പല്ല, കുറേ എക്സാംസ് ഒക്കെ എഴുതാനായിട്ട് പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഫാമിലി പോകുന്ന ട്രിപ്പ്. ചേച്ചി മാത്രമില്ല, ഞാനും അനിയനും പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എറണാകുളമാണ് പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ ജേർണി വാസ് വെരി കംഫർട്ടബിൾ. അധികം ആൾക്കാരൊന്നും ട്രെയിനിലില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്താണ് പോയത്. അങ്ങനെ നമ്മൾ എറണാകുളം ചെന്നു. നമ്മുടെ അനിയന്മാരുടെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണത് ഭയങ്കര രസമല്ലേ. പണ്ട് എൻ്റെ അനിയൻ ഞാനൊക്കെ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവന് 2 എക്സാംസ് അടുപ്പിച്ചുണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ദാറ്റ് ഹോട്ടൽ സ്റ്റേ വാസ് ഓൾസോ വെരി ഗുഡ് ഫോർ എ ഡേ. ഇറ്റ് വാസ് റിയലി ഗുഡ്. നമ്മൾ 2 റൂംസാണ് എടുത്തത്, നമ്മൾ 4 പേരുള്ളത് കൊണ്ട്. സോ അവിടെ നമ്മൾ നിന്നു. സോ ഇറ്റ്സ് ടൈം ടു പാക്ക് അപ്പ് ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്ത ആ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ബാംഗ്ലൂർ. ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ പോണത്. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ മൊത്തം ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ നമ്മൾ വെറും 2 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, നമ്മളൊരു ആവശ്യമുള്ളതുകൊണ്ടാണ് പോണേ. പിന്നെ കുട്ടൂനൊരു എക്സാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് സ്റ്റേ ചെയ്തത്. നമ്മൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചു, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ. സോ ഫ്ലൈറ്റിൽ ഞാൻ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്, പപ്പ സ്ഥിരം കയറാറുള്ളതാണ്. പിന്നെ അനിയനും അമ്മയും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. സോ അവരുടെ റിയാക്ഷൻ കാണാനാണ് ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നത്. സോ നമ്മളിപ്പം എയർപോർട്ട് എത്തി. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിക്കാൻ പോവാണ്. ആധാർ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഞാനാണെങ്കിൽ എയർപോർട്ടിൽ ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, എൻ്റെ അനിയൻ്റെയും അമ്മയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണിയാണ്, സോ അവർക്ക് വിൻഡോ സീറ്റ് കൊടുക്കണം എന്ന്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഒരാൾക്ക് വിൻഡോ സീറ്റ് തരാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ്, അപ്പം ഞങ്ങൾ പപ്പയും ഞാനും അവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചിരിക്കണ പോലെ 2 സീറ്റായിട്ട് തരാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് എയർപോർട്ട് ലോഞ്ചിൽ കയറി. പപ്പ എപ്പോഴും എയർപോർട്ട് ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ കയറാനായിട്ട്. സോ നമ്മൾ ഫസ്റ്റ് ക്യാപ്പച്ചീനോ ഒക്കെ എടുത്തു. എൻ്റെ അനിയനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് കാണിച്ചു തന്നെ. പിന്നെ നമ്മൾ പപ്പയ്ക്ക് കയറാൻ പറ്റിയില്ല, ഞാനും അനിയനും അമ്മയേ കയറുള്ളൂ. പണ്ട് ഞാൻ ഇൻഡോറിൽ നിന്ന് ഫ്ലൈറ്റിലാണ് കൊച്ചിക്ക് വന്നത്. അന്ന് എൻ്റെ കയ്യിൽ എയർപോർട്ട് ആക്സസ് ഉള്ള ലോഞ്ച് ആക്സസ് ഉള്ള കാർഡില്ലായിരുന്നു. സോ അതിനുശേഷം എൻ്റെ പപ്പ എനിക്ക് SBIയുടെ പ്ലാറ്റിനം കാർഡ് എടുത്തു തന്നു, വിച്ച് ഹാവ് ദ ലോഞ്ച് ആക്സസ്. സോ അമ്മയുടെ കയ്യിൽ വേറെ 2 കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനും അനിയനും അമ്മയും മാത്രമാണ് ലോഞ്ചിൽ കയറിയത്. പപ്പയ്ക്ക് കയറാൻ പറ്റില്ല, കാരണം പപ്പയുടെ ഓൾറെഡി 3 ടൈംസ് ഏതാണ്ട് ലോഞ്ചിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പപ്പയുടെ കയ്യിൽ വേറെ കാർഡും ഇല്ലായിരുന്നു. സോ അവിടെ വെറൈറ്റി ഓഫ് ഫുഡായിരുന്നു. സൂപ്പ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പായിരുന്നു. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ഡെസേർട്ട്സ് കുറേ ഉണ്ട്, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ എക്സ്കലേറ്റർ. പണ്ട് എനിക്ക് എക്സ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഐ ആം റിയലി ഓക്കെ വിത്ത് ഇറ്റ്. ഇപ്പോൾ മുന്നോട്ട് എവിടെ പോയാലും സ്റ്റെപ്പൊന്നും നമ്മൾ കാണില്ലല്ലോ. സോ നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ്. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി പപ്പേനെ കണ്ടുമുട്ടി. അമ്മ ഭയങ്കര എക്സൈറ്റഡിലാണ് ഫ്ലൈറ്റിൽ കയറാനായിട്ട്. സോ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അമ്മയുടെയും കുട്ടിൻ്റെയും റിയാക്ഷൻ കാണാനാണ് ഞാൻ ശരിക്കും എക്സൈറ്റഡ്. സോ നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ ശരിക്കും അടുത്തിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് വലുതാണ്. നമ്മൾ ശരിക്കും കാണുമ്പോൾ ഭയങ്കര ചെറുതല്ലേ ആകാശത്തോടെ പറക്കുമ്പോൾ. അതൊക്കെ ഇവർ ആദ്യമായിട്ട് കാണുമ്പോൾ ശരിക്കും രസമുണ്ട്. ഫസ്റ്റ് ജേർണി ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. അതിനുശേഷം വലുതായിട്ടൊന്നും തോന്നൂല എന്ന് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ ഈ ലാൻഡിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് ആൾക്കാർ പറയാറുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറയുക ലൈക്ക് ആ ലാൻഡിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ആവുന്നുണ്ട്, പക്ഷെ അതിനുശേഷം നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്ങേ ഉള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ഈ വ്യൂ ഒക്കെ കാണാൻ ശരിക്കും നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ജേർക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പം ചെറിയ പേടിയൊക്കെ ആവും, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് സെക്കൻഡ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ ഓവറോൾ പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്
ഇറ്റ്സ് ജസ്റ്റ് ഓസം. അത് എൻ്റെത് ഫസ്റ്റ് ഇൻഡോർ ടു കൊച്ചിയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് റീച്ച് ആയിട്ടുണ്ട്. ശരിക്കും എന്താ ലാൻഡ് ആയതൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല, അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തി. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ട് നമുക്കങ്ങനെ കാണാനൊന്നും പറ്റത്തൊന്നുണ്ടായില്ല, കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവായിരുന്നു. സോ ഇനി ചേച്ചിയും കൂടെ ഒക്കെ വന്നിട്ട് നമ്മൾ നല്ലൊരു ട്രിപ്പിന് പോകുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.